ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് എന്റെ മനസ്സിൽ ചോദ്യം. ഞാനിപ്പോൾ 17 വർഷമായി പാർട്ടിയിൽ. ഈ 17 വർഷവും ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മാധ്യമക്കാർക്ക് വേറെ വേലയിൽ എന്നാണ് എന്റെ ചെറിയൊരു ചോദ്യം. കൊച്ചിയിലെ പരിപാടിയിൽ അങ്ങേ അപമാനിച്ചു, അങ്ങേ വേണ്ടതിൽ പരിഗണിച്ചില്ല എന്ന പരാതി. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച കാര്യമില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മര്യാദയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. പോരെ, എല്ലാ കാര്യങ്ങളിലും അങ്ങ് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. വികസന കാര്യത്തിലും ഒക്കെ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നു. പലപ്പോഴും കോൺഗ്രസുമായി കോൺഫ്ലിക്ട് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പല അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങേക്ക് പാർട്ടിയുടെ നിലപാടാണോ അല്ലോ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് ഉള്ള സ്ഥിതിയിൽ ഞാൻ ഒരു വേറെ അഭിപ്രായം പറയാറില്ല. ചില വിഷയങ്ങളിൽ ആൾക്കാർ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു വ്യക്തിയായിട്ട് ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ തുടക്കത്തിലേ പറയും, ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്, പാർട്ടിയുടെ സ്റ്റാൻഡ് പാർട്ടി സ്പോക്സ്മാനോട് ചോദിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതേത്. ഇന്ന് രാവിലെയും കൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും എക്കണോമിക് സർവേനെ കുറിച്ച് ചോദിച്ചു. അത് എക്കണോമിക് സർവേനെ കുറിച്ച് പാർട്ടി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പഠിക്കാൻ കൂടി സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയും. നിങ്ങൾ ചോദിക്കും. ഇനി ഞാൻ നിങ്ങളോട് ഒരു ഉത്തരം പറയാതിരിക്കേണ്ട ഭേദമാണെങ്കിൽ നിങ്ങളുടെ പ്രെഫറൻസ് അതാണെങ്കിൽ അത് മനസ്സിലാക്കാം. ഒരു ഉത്തരം പറയുന്നുണ്ട്, കഴിഞ്ഞില്ലേ? മോദി സർക്കാരിന്റെ പല കാര്യങ്ങളും പരസ്യമായി രാഹുൽ ഗാന്ധി പോലും എതിർക്കുന്ന ഒരു നേതാവിനെ അങ്ങ് പിന്തുണയ്ക്കുക. അതുപോലെ തന്നെ ചില വികസന കാര്യങ്ങളിൽ, വികസന സമീപനങ്ങളിൽ മറ്റ് സർക്കാരുകൾ അനുകൂലമായ സമീപനം സ്വീകരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നുള്ള വികസന കാര്യങ്ങളിൽ സത്യമാണ്. ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒപ്പം എൻ്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിൽ കുറച്ചും കൂടി വിലയുണ്ടാവും. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലാത്തിനും എപ്പോഴും കുറ്റം പറയുന്ന ആളല്ലാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ശക്തമായ ഒരു സ്വരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വർഗീയത, ക്രോധം, ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എനിക്കൊരു വേറെ ഒരു രണ്ടഭിപ്രായമൊന്നുമില്ല.